So welcome to Dubbing Baloo Wall. This is Justin Lois. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ചെയ്യാൻ പോണ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങിന്റെ ഒരു വ്ളോഗാണ് കേട്ടോ. സോ ഇന്നത്തെ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങ് വന്നോളൂ. 2 ദിവസം നമുക്ക് ഓഫ് ഉണ്ട്, അപ്പം കുറേ അധികം ലാവിഷ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീട്ടിൽ ഇന്നിപ്പം ആരുമില്ല, എല്ലാവരും ജോലിക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ കിച്ചൺ നമ്മുടെ സ്വന്തമാണ്, എന്ത് വേണേലും കാണിക്കാം. അപ്പം അതിന്റെ കാര്യമായിട്ട് നമ്മൾ പൊളിയായിട്ട് 2 ഡിഷസ് ആണ് ചെയ്യാൻ പോണേ. സോ ഡെഫിനറ്റ്ലി ഗോണ എൻജോയ് today's episode. Okay, so നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ തരണം. ലൈക്സും കമന്റും ആയിട്ട് ഒക്കെ തന്നേക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. So this is Justin Lewis, Dublin Baloo World. At the same time, my local friends also actually inquiring me about my videos and the YouTube channel, so I thought of just doing a bit of English explanation at the same time, so they can also watch my YouTube channel, Dublin Baloo World, because I've told them that I'm actually running a YouTube channel for a while, and they were also quite interested to watch that. They, if they want to watch, of course, they have to say something in English. That's the only reason I'm using my English here, so they can also participate and they can also enjoy the really good videos from YouTube channel. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ എന്ത് ചെയ്യണം വിചാരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു റെസിപ്പി ഞാൻ മോർണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന്റെ കുറച്ച് വിഭവങ്ങളൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഉച്ചക്കത്തെ ലഞ്ച് ആയിരുന്നു ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ കുറച്ച് തോരൻ കണക്കുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പന്നി റെഡിയാക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളൊക്കെ അറിയണം കേട്ടോ. നമ്മുടെ കുഞ്ഞൊരു ചാനലാണ്, കുറച്ച് പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ നമ്മൾ സാധാരണ കഴിക്കാനുള്ള റെസിപ്പി നിങ്ങൾക്ക് അറിയാമല്ലോ. ഓട്സിനെ കുറിച്ച് ഉള്ളതാണ് ആ റെസിപ്പി ആയിരിക്കും നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത്. ഞാനതാണ് മിക്കപ്പോഴും സാധാരണ കഴിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇന്ന് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോണേ മാംഗോ, അടിപൊളി മാംഗോ ആണ്. ഇന്നലെ മേടിച്ച മാംഗോയാണ്, നമ്മുടെ ടെസ്കോയിൽ നിന്ന് സൂപ്പർ മാംഗോയാണ്. അതുപോലെ ഒരു പഴം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാ ഉള്ള ഓട്സിന്റെ ഇത്, പിന്നെ നമ്മുടെ ചിയാ സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനത് കാണിച്ചത്. റെസിപ്പിക്കായിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ പഴം ഒക്കെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടാം. ഒത്തിരി കട്ടിയായിട്ട് അരിയാൻ പാടില്ല, ചെറുതായിട്ട് അരിഞ്ഞിടുക കേട്ടോ. ഒരു പഴം മതി. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള റോബസ്റ്റ പഴം ഇല്ലേ, ആ പഴമാണ് ഇവിടെ കിട്ടുള്ളൂ. മറ്റേ ഏത്തക്കപ്പഴം കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ ദിവസം പോയിട്ട് എനിക്ക് കിട്ടിയില്ല, അപ്പം അതില്ല. സാധാരണ നമ്മുടെ പഴമാണ് അരിഞ്ഞിടാൻ പോകുന്നത്. അത് നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിടുക. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടിപൊളി മാങ്ങാപ്പഴം ഉണ്ട്. ഈ മാങ്ങാപ്പഴം കൂടെ നമുക്ക് തോല് കളഞ്ഞിട്ട് അതുകൂടെ ഇതിനകത്തേക്ക് അരിഞ്ഞിടും. ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മാങ്ങാപ്പഴം ഏകദേശം അടിപൊളി സെറ്റപ്പ് മാങ്ങാപ്പഴമാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങാപ്പഴം ഞാൻ ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് നന്നായിട്ടൊന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ ഇതൊന്ന് തൊലി ഒന്ന് കളയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി മാങ്ങാപ്പഴമാണ്. നല്ല മഞ്ഞച്ച് നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. പക്ഷെ കൊടുക്കത്തെ വിലയാണ്, പക്ഷെ എന്നാലും കൊതിയായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 2 മേടിച്ച കഴിഞ്ഞ ദിവസം. ഇന്നലെ 1 കഴിച്ചു. അപ്പം ഇന്ന് ബാലൻസോടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞിട്ട് സെറ്റപ്പ് ആക്കി. കൈ കഴുകിയിട്ടില്ല, ഒന്ന് കഴുകിടണം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ആ മാങ്ങ ഞാൻ ഒരു പൂള എടുത്തോളൂ. കാരണം വെച്ചാൽ ഒത്തിരി കഴിക്കണ്ട, ഒത്തിരി എടുക്കുന്നില്ല, ബാലൻസ് ഉള്ള പിന്നെ കഴിക്കാം. സോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് നമുക്കിപ്പോൾ ഇനി നമ്മുടെ മിക്സഡ് ഗ്രെയിൻസ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ആ ഓട്സാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണേ. അതും ഒത്തിരി വേണ്ട, അത്യാവശ്യം ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി പാലും പിന്നെ ചിയാ സീഡ്സും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ റെഡിയായി. പിന്നെ നമുക്ക് ഹണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇറ്റ്സ് അപ് ടു ആസ് ആക്ച്വലി. നമുക്ക് ഒത്തിരി മധുരമൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഹണിയൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആ മിക്സിലേക്ക് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള അത്യാവശ്യം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഈ പാല് തീർക്കാൻ വേണ്ടിയിട്ട് മൊത്തം പാൽ ഒഴിക്കുന്നുണ്ടെന്ന്. കാരണം ആ പാല് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി. സീഡ്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിപാടി തീർന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. പൊടിയാണ്. ആർട്ടിഫിഷ്യൽ നമ്മൾ ഒരു മധുരവും കാര്യങ്ങളൊന്നും ചേർത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. ഇതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ റെസിപ്പിയിലേക്ക് പോകുന്നതായിരിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജസ്റ്റ് ഉഷാറായിട്ടുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്.
പഴങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ട് തോന്നി കഴിച്ചപ്പം. സോ അതെല്ലാം കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരനാണ് ഫസ്റ്റ് വെക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് ജസ്റ്റ് കുഞ്ഞായിട്ട് ഏറ്റവും നൈസായിട്ട് അരിയണം. എന്നിട്ട് നമുക്ക് പന്നിയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏകദേശം വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് സെറ്റപ്പാക്കി എടുക്കാം. അരിയുമ്പോൾ നമ്മൾ കുറച്ച് ഏറ്റവും കട്ടി കുറഞ്ഞിരിക്കണം. ഞാൻ അതിനകത്ത് ആക്ച്വലി ഒത്തിരി മസാലയൊന്നും ഇടുന്നില്ല. എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി മസാല ഇടാതെ മസാല ഏറ്റവും കുറച്ചിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്താ പറയുക, ഒരുമാതിരി വെളുത്തിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണത്. നല്ല ഇച്ചിരി മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കഴിക്കാൻ, നല്ലത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മൊത്തം തൊണ്ട് കളയണം എന്നൊന്നുമില്ല, കാരണം ഇത് ഈ റോസ്റ്റ് ടൈപ്പാണ്. സാധാരണ ഇവിടെ ഉള്ളവർ അങ്ങനെ തൊണ്ടൊന്നും കളയാറില്ല, പക്ഷെ ഞാൻ ഒരുമാതിരി തൊണ്ടൊക്കെ കളയും, വലിയ തൊണ്ടൊക്കെ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഈ ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ അങ്ങനെ അരിയാറ്. എനിക്ക് നീളം വെച്ച് അരിയണ ഇഷ്ടമല്ല, ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാറ്. ഇപ്പം ഒന്നരിച്ച് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യം, കുറച്ച് സമയം മതി. ഓക്കെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരനുള്ള സവോളയൊക്കെ ജസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സവോള ഇടുന്നുള്ളൂ, റെഡ് ഒനിയനാണ് ഇടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കുഞ്ഞായിട്ട് ആണ് അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് രണ്ടും അറേഞ്ചായി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ജസ്റ്റ് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി പറക്കിയെടുത്ത് ഒന്ന് തോരനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു വലിയ തന്നെ ഒരു പാത്രം, എന്താ പറയുക, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് ഇച്ചിരി എണ്ണ, ഞാൻ ടെസ്കോയുടെ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒത്തിരി ഒഴിക്കണം, ഞാൻ ഒത്തിരി എണ്ണ കഴിക്കത്തില്ല, അപ്പം എണ്ണ കുറച്ചൊഴിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇച്ചിരി അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ജീരകവും എന്താ പറയുക കടുകൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചട്ടി ഓക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇച്ചിരി ഞാൻ ജീരകവും നമ്മുടെ ഏലക്കായും പോട്ടെ കുരുമുളക്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും ഇട്ട് വയ്ക്കാറ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്കൊന്ന് ഇട്ടിട്ട് നമുക്ക് കുറച്ചൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് പൊട്ടി തെറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പൊട്ടിത്തെറിക്കുകയല്ല, കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. സവാള അവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കടുക് കാര്യങ്ങളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഉള്ള സവാള നമുക്ക് ഇന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഒത്തിരി സവാള എടുത്തിട്ടില്ല, കുറച്ച് സവാള ഞാൻ എടുക്കാറുള്ളൂ. മാത്രം വില കൂടുതലാണ്, പിന്നെ എൻ്റെ ആവശ്യമുള്ളൂ. വേണ്ട, ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് വേവിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അത് വഴന്ന് വരുന്നതായിരിക്കും. സോ നമുക്ക് ഇച്ചിരി ഉപ്പ് കൊടുക്കാം. കണ്ടില്ലേ, പൊളിയായിട്ടില്ലേ? ഓക്കെ, ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാലൻസുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സവോള നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരത്തേക്കും ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ അത്രയും കാര്യങ്ങൾ മാത്രം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കടുക്, ചെറിയ ജീരകം, അതുപോലെ ഉപ്പ്, സവോള, ഇത്രയും നമ്മൾ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും കറിവേപ്പിലൊന്നും ഇല്ല പിന്നെ ഇവിടെ, അതുകൊണ്ട് തന്നെ അതൊന്നും മേടിക്കാൻ പറ്റത്തില്ല, ഇടണമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഈ ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. ഇത് ഫുള്ള് നമ്മൾ കുറച്ചിട്ടിട്ടാണ് അതിൻ്റെ ആ ഒരു കുഞ്ഞു തീ കിടന്നത് വെന്ത് വരണം നല്ല അടിപൊളിയായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പം ഇത് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഒരിച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ മല്ലിയുടെ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രീതിയിലുള്ള നമ്മുടെ തോരനിവിടെ ഫിനിഷ് ചെയ്ത് കാണും. ഓക്കെ, നമ്മൾ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സിലിണ്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെസ്കോയിൽ പോയി മേടിച്ചപ്പം, ടെസ്കോയിൽ പോയ സമയത്ത് മേടിച്ച സിലിണ്ടറാണിത്. സോ അത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇടണ്ട, അത്യാവശ്യം നമുക്ക് വേണ്ടോടത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇടണ്ട, ഒരുപാട് ടേസ്റ്റ് ആയി കഴിഞ്ഞാലും അതൊരു സുഖമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മല്ലിയില. ഓക്കെ, സോ അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്താക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് കണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഇടാനുണ്ട്. ഞാൻ ചേർക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം തന്നെ എന്നാണ്.
ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങളൊന്നും ഇടാറുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ കറിക്കകത്ത് ഇച്ചിരി ഇടാൻ പോവാണ്. ഇത് നമ്മുടെ സ്റ്റെയർ ഫ്രൈഡ് സോസാണ്. ആക്ച്വലി നല്ലൊരു ടേസ്റ്റാണ് സ്റ്റെയർ ഫ്രൈഡ് സോസിന്. അപ്പം അത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നതിനകത്ത് ഒരു കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് വരും. ആ പേസ്റ്റ് മേടിച്ച് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ പേസ്റ്റും കൂടെ ഒരു ചെറുതായിട്ട്, ഒത്തിരി വേണ്ട, ഒരു കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു കുറച്ച് ഇട്ടാൽ മതി. നല്ല വീര്യം കൂടിയ ടൈപ്പ്, ഭയങ്കര സ്മെല്ലിയാണ്, ആസിഡി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പം ഒത്തിരി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ വളരെ സിമ്പിളായിട്ടുള്ള തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഏകദേശം കുറച്ച് സമയം എടുക്കും അത് ചെറിയ തീ കിടന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ഒരു വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ വേണം അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ കുരുമുളകിൻ്റെ പൊടിയൊക്കെ നമുക്ക് ഇത് കൃഷി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി കടുകിൻ്റെ അകത്ത് കുരുമുളക് ഇട്ടേക്കുന്നത് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുക്കും. നല്ല കാണാൻ നല്ല കളറാണ്. ഈ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് അതിൻ്റെ കളറങ്ങ് മാറി കഴിയുമ്പോൾ ഒരു സുഖമില്ല. പക്ഷേ ഇതിൻ്റെ കളറ് പൊടിയാണ് കേട്ടോ. ഞാൻ കളറ് കാണിച്ചു തരാം. നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇതല്ലേ, ഫീലല്ലേ. അപ്പം തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വേവാൻ കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പന്നിയുടെ റെസിപ്പി ഇതിനോടൊപ്പം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ കറി ഉണ്ടാക്കിയതിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു കറിയാണ് പന്നിയുടെ കറി. ഇപ്പോൾ പന്നിയുടെ കറിയല്ല, പന്നിയുടെ ഒരു എന്താ പറയുക, ഒരു പെരട്ടെന്നൊക്കെ പറയാം. ആ ഇത് ഉണ്ടാക്കാൻ പോകാം. ഞാൻ ആദ്യം ആക്ച്വലി ഇത് ഇന്നലെ കഴിഞ്ഞ് നമ്മൾ ഡെസ്കോയിൽ നിന്ന് മേടിച്ച പന്നിയാണ്. അപ്പം ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിന് മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാല ഇട്ടിട്ട് നമ്മൾ പുരട്ടിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. സോ അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കാണിച്ചു തരാം. നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പന്നിയുടെ അളിയനെ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുവാണ്. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം. ഒറ്റ സെക്കൻഡ് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തോട്ടെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പന്നി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ. മസാലക്കൂട്ടുണ്ട്, മുളക് പൊടി, ഈ ഇരിക്കുന്ന മുളക് പൊടിയാണ്, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ ഫ്രൈഡ് സോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അത് ഞാൻ എന്താ പറയുക, മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രംഗം ഞാൻ കാണിച്ചു തരാം ഉടനെ. അപ്പോൾ പന്നിയുടെ മസാല പുരട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഇട്ടേക്കുന്നത്. കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് നല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി ടെസ്കോയുടെ എണ്ണ, വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റെയർ ഫ്രൈയുടെ സോസ് നമ്മൾ ഇച്ചിരി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു ഒത്തിരി വേണ്ട, ഒരു അത്യാവശ്യം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രം ഇട്ടാൽ മതി ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പന്നി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ എയർ ഫ്രൈഡ് വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പന്നി ഡീഫ്രോസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഈ മിക്സ് നമ്മൾക്കൊന്ന് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്താൽ മതി, അല്ലാതെ സ്പൂണൊന്നും വേണ്ട. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടത് മിക്സായിട്ട് കിട്ടും. സോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത്യാവശ്യം ഉപ്പ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പന്നി പീസുകൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. പന്നിയുടെ എല്ലാ ഇതിനകത്തേക്കും പിടിക്കാൻ പാകത്തിന് കുറച്ച് നേരം ഒന്ന് വെക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഒരു 2-3 പീസ് മസാല കൂടിപ്പോയെന്നൊരു സംശയമുണ്ട് കേട്ടോ. സോ എന്തായാലും ഞാനത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ പാകത്തിന് നമ്മൾ വരയിട്ടൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ മീൻ ഉണ്ടാക്കും പോലെ വരയിടുന്നില്ല, പക്ഷെ അല്ലാതെ തന്നെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തുനിന്ന് പിടിച്ച് വരാൻ പാകത്തിന് ഒന്ന് ആക്കി അടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരത്തെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മസാലയുടെ എല്ലാം ഒന്ന് പിടിച്ചോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത പീസസ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുതൽ എയർ ഫ്രയർ. സോ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം
ഇന്ന് പന്നിയുടെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് എയർ ഫ്രൈ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ് ആക്ച്വലി. സോ ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ഓഫ് ടൈം, and we can cook things easily, no complications at all. We don't have to wash a lot of plates or the utensils or anything like that. So that is one of the main benefit I reckon, and it's really fast too. So I'm going to cook ഇന്നത്തെ നമ്മുടെ പന്നി ഉണ്ടാക്കാൻ പോണ ഈ ഒരു സാധനത്തിനകത്താണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഏകദേശം നമ്മുടെ ഫ്രിഡ്ജിൽ ഇതെല്ലാം പറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏകദേശം മാരിനേറ്റ് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എയർ ഫ്രൈനകത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ബേക്കിങ്ങിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഗ്രീസ് കാര്യങ്ങളൊന്നും അതിൽ ഇറങ്ങാതിരിക്കും. അല്ലെങ്കിൽ എണ്ണയൊന്നും പറ്റി ആ സാമാനം എന്താ പറയുക വൃത്തികേടാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ സാധനം വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ പന്നിയുടെ കഷ്ണങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്കാ ക്ലീൻ ആയിരിക്കും കേട്ടോ. സോ അപ്പം ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മുടെ ട്രേ ഇങ്ങനെ ഒന്ന് ആ പേപ്പർ വെച്ചൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ പന്നിയുടെ ആ കഷ്ണങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ നമുക്കതൊന്ന് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മാരിനേഷൻ കഴിഞ്ഞ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പുറം നമ്മുടെ തോരന കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് ആദ്യം. സോ അപ്പോൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല വീണ്ടും. അപ്പം ഒരു കഷ്ണമായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. 3 കഷ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ രണ്ടാമത്തെ കഷ്ണം നമുക്കിങ്ങനെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ വരുന്ന മൂന്നാമത്തെ കഷ്ണം ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ 3 കഷ്ണങ്ങളും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മസാലയൊക്കെ ഉണ്ടല്ലോ, ആ മസാല വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കാം. കളയണ്ടല്ലോ. അത്യാവശ്യം മസാല ഉള്ള മസാലയൊക്കെ തേച്ച് നല്ല സെറ്റപ്പായിട്ട് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഇത്തിരി ഓവർ മസാല ആവാൻ പാടില്ല. ഇത്രയും മസാല വെച്ചിട്ട് നമുക്ക് ഇനി അത് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക എയർ ഫ്രയർ ഇങ്ങനെ ഓണാക്കാൻ വെക്കുകയാണ് ഞാൻ. ജസ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, അടച്ചു കഴിഞ്ഞു. നമുക്ക് അതൊന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മുകളിലാണ് നമ്മുടെ ടെമ്പറേച്ചർ. ഞാൻ 200 ടെമ്പറേച്ചർ വെക്കാൻ പോകുന്നത്. അല്ല സോറി, ഇതാണ് 200 വെക്കാം. 200 ഏകദേശം ഒരു എന്താ പറയുക ഒരു 25 മിനിറ്റ്സ് നമുക്ക് വെക്കാം. വെച്ചിട്ട് നമുക്ക് ടൈം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ടൈം മാറ്റി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 30 വെക്കാം. 30 വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കായിക്കോളും. കണ്ടോ, വർക്കിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കാം അത് കറക്റ്റായിട്ട് വേവുന്നുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം വേഗമായി എന്നൊക്കെ ഉള്ള നമുക്ക് എടുത്ത് നോക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് വരുന്ന പ്രൊഡക്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചോറടുപ്പത്തിട്ടു. കുറച്ച് ചോറുണ്ടാക്കണുള്ളൂ. അപ്പം ചോറടുപ്പത്തേക്കുമാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഏകദേശം 28 മിനിറ്റ് ആയി ഇപ്പം. സോ 28 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം കുക്ക് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കാം എന്തായി എന്നൊക്കെ നമുക്കിങ്ങനെ തുറന്ന് നോക്കാം. സോ ഇറ്റ്സ് ഈസി. നമ്മുടെ കുഞ്ഞു റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. വളരെ ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു വ്ളോഗുകളൊക്കെ കുക്കിങ്ങിനെ കുറിച്ച് ഇടുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് സ്മോൾ വീഡിയോ. ആ പന്നി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കണം. സോ bye for now. So definitely we'll be back with a beautiful cooking vlog very soon. Thank you. This is Dublin Mallu World signing off.